ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഷെക്കനരോസിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന ശുശ്രൂഷയിലേക്ക് വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹബഹുമാനപ്പെട്ട സേവ്യർക്കൻ വട്ടായിലച്ചൻ്റെ ആത്മീയ നേതൃത്വത്തിൽ AFCM കൂട്ടായ്മയിൽ നിന്ന് ഒരുക്കപ്പെടുന്ന ശുശ്രൂഷയാണ് വിശ്വാസത്തിൻ്റെ വാതിൽ. ഈ ശുശ്രൂഷയെക്കുറിച്ച് കർത്താവിന് വലിയ പദ്ധതിയുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭാ സമൂഹങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലെല്ലാം സത്യവിശ്വാസത്തിൻ്റെ അഭിഷേകം പകരപ്പെടുവാനും വിശ്വാസത്തിൻ്റെ വാതിൽ ലോകരാജ്യങ്ങളിൽ കൂടുതൽ തുറക്കപ്പെടുവാനുമായി ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസം തിരിച്ചറിഞ്ഞ് നാം ജീവിക്കുമ്പോൾ ഈ നാളുകളിൽ സഭയിലും ലോകത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൻ്റെ ആത്മാവാണ്. എൻ്റെ സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നമുക്കായിരിക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി വേണം ഈ വിശ്വാസയാത്ര നമ്മൾ മുന്നോട്ട് നയിക്കുവാൻ. കർത്താവിൻ്റെ ആത്മാവിനാൽ നാം എല്ലാവരും നിറയപ്പെടുവാൻ, നമുക്ക് ആവശ്യമായ വിശ്വാസത്തിൻ്റെ വചനങ്ങളാൽ സ്വർഗം നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം തിരുവചനം. കർത്താവിൻ്റെ വചനം പറയുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. ഈ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് പറയുന്നത്? തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു. വിശ്വസിക്കുന്നവരോടാണ് കർത്താവ് സംസാരിക്കുന്നത്. വിശ്വസിക്കുന്ന ജീവിതങ്ങളിലാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. വിശ്വസിക്കുന്ന കുടുംബങ്ങളിലാണ് ദൈവകൃപ കടന്നു വരുന്നത്. വിശ്വസിക്കുന്ന സമൂഹങ്ങളിലും കൂട്ടായ്മകളിലുമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നത്. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു സംസാരിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ചങ്കുറപ്പോടെ സംശയിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിലും നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ സഭയിലും സഭയുടെ സത്യപ്രബോധനങ്ങളിലും തിരുസഭയുടെ വിശ്വാസ സത്യങ്ങളിലും കർത്താവിൻ്റെ നിർമ്മലമായ വചനങ്ങളിലും പൂർണ്ണമായും ചങ്കുറപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. വിശ്വസിക്കുന്ന ജീവിതങ്ങളിലാണ് ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുന്ന ജീവിതങ്ങളിലേക്കാണ് സ്വർഗത്തിൻ്റെ സകല കൃപാവരങ്ങളും ഒഴുകപ്പെടുന്നത്. ഈ വചനത്തിന് കൃപ നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് കർത്താവ് വിശ്വസ്തയോടെ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട്, ഈ വിശ്വാസത്തെ കാക്കുന്നവരായി, ഈ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി അതിനായി പോരാടുന്നവരായി, ഈ വിശ്വാസം ജീവിക്കുന്നവരും പ്രഘോഷിക്കുന്നവരുമായി നമ്മൾ മാറുവാൻ നമുക്ക് കർത്താവിനോട് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. ഇത് അനേകം ആയിരങ്ങളിലേക്ക് വിശ്വാസത്തിന് കൃപ നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന സമയം. ദൈവത്തിന്റെ ആത്മാവ് വിശ്വാസത്തിന്റെ ആത്മാവായി അനേക ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയാണ്. ആത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, പൗലോസ്ലീഹ എഫെസസ്കാർക്ക് ഇത് ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. കർത്താവിൻ്റെ വചനം പറയുന്നു, സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസത്തിൻ്റെ പരിചയെടുക്കേണ്ട സമയമായി. ദൈവത്തിൻ്റെ സർവായുധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് വിശ്വാസത്തിൻ്റെ പരിച. എപ്പോഴും അത് പ്രതിരോധത്തിൻ്റെ ആയുധമാണ്. ഇന്ന് ലോകവ്യാപകമായി ക്രൈസ്തവ വിരുദ്ധത ഇന്ന് വർദ്ധിച്ചു വരുമ്പോൾ
ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ, അതിനെ നശിപ്പിക്കുവാൻ അനേക സംഘടിത ശക്തികൾ കൂട്ടമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ വിശ്വാസത്തിന്റെ പരിച ഓരോ വിശ്വാസിയുടെ കരങ്ങളിൽ ഉണ്ടാകണമെന്ന് ആത്മാവ് ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിന്റെ പരിച നിങ്ങൾ എടുക്കുവിൻ, വിശ്വാസത്തിന് വേണ്ടി പോരാടുവിൻ. ഈ വിശ്വാസത്തെ കാക്കുന്നവരായി നമ്മളെല്ലാം മാറുവാൻ ഹൃദയം നുറുങ്ങി കർത്താവിനെ നമ്മൾ ഒന്നിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താൻ പോവാം. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമൂഹങ്ങളിലേക്ക്, നമ്മുടെ കൂട്ടായ്മകളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് വിശ്വാസത്തിന്റെ കൃപ നിറഞ്ഞൊഴുകുവാൻ, വിശ്വാസത്തിന്റെ തീ പടരുവാൻ, വിശ്വാസത്തിന്റെ ചൈതന്യം വ്യാപരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാം മറന്ന് പരിശുദ്ധാത്മാവേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസത്തിന്റെ പരിചയെടുത്ത് സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ, വിശ്വാസത്തെ സംരക്ഷിക്കുന്ന കാവലകളായി മാറ്റുവാൻ, വിശ്വാസത്തെ കാക്കുന്ന കർത്താവിന്റെ സൈന്യ നിരയിലെ മുന്നണി പോരാളികളായി ഞങ്ങളെല്ലാം മാറ്റപ്പെടുവാൻ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ, മക്കളെ അഭിഷേകം ചെയ്യണമേ, തലമുറകൾ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥനയോടെ കരമുയർത്തി ഒന്നിച്ചു വിളിക്കുന്നു ആത്മാവേ, പരിശുദ്ധാത്മാവേ, വിളിച്ചു പ്രാർത്ഥിച്ച് വിശ്വാസത്തിന്റെ കൃപ തീ പോലെ ജ്വലിക്കുവാൻ, വിശ്വാസത്തിന്റെ അഭിഷേകം അതുപോലെ ഒഴുകപ്പെടുവാൻ, വിശ്വാസത്തെ കാക്കുന്നവരായി, സത്യവിശ്വാസത്തിന്റെ കാവലാളുകളായി നമ്മളെല്ലാം രൂപപ്പെടുവാൻ കൃപ തരണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒറ്റ വിളി, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, സത്യവിശ്വാസത്തിന്റെ തീ തരണമേ. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പോരാടുവാൻ, വിശ്വാസത്തെ കാക്കുന്നവരാകുവാൻ, വിശ്വാസം ജീവിച്ച് അത് പ്രഘോഷിക്കുന്നവരാകുവാൻ, വ്യക്തിപരമായി, കുടുംബമായി, കൂട്ടായ്മയായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. Lord, anoint. സ്തുതിക്കുന്നു. കൃപൊഴുകട്ടെ. കരങ്ങളടിച്ച് കർത്താവേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസത്തിന്റെ കൃപ തരണമേ, വിശ്വാസ ചൈതന്യത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചു പാടി ആരാധിക്കുന്നു. ആമേൻ, ആമേൻ. ആത്മാവിൻ തീയെ, സ്വർഗീയ തീയെ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ, ഞാൻ യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ചേർന്ന് പാടി ആരാധിച്ചേ. ആത്മാവിൻ തീയെ, സ്വർഗീയ തീയെ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ, ഞാൻ യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. കൃപ തരണമേ, വിശ്വാസത്തിന്റെ കൃപ, വിശ്വാസത്തിന്റെ കൃപ. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശുവേ, നിനക്കായിട്ടല്ലോ ഈ ജീവിതം. കരങ്ങൾ ഉയർത്തി അടിച്ച് ആത്മനിറവോടെ അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി വെളിപ്പെടണേ. കെട്ടുകൾ പൊട്ടട്ടെ, പൈശാചിക ബന്ധനങ്ങൾ, നാരകീയ ശക്തികൾ വ്യക്തി ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, തലമുറകളിൽ നിന്ന്, മക്കളിൽ നിന്ന്, കൂട്ടായ്മകളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന് യേശുനാമത്തിന്റെ അനന്ത ശക്തിയാൽ, യേശു വചനത്തിന്റെ അനന്ത ശക്തിയാൽ, പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ അഗ്നി സാന്നിധ്യത്താൽ ഇപ്പോൾ ഈ സമയം വിട്ടൊഴിഞ്ഞു പോകട്ടെ, നിർവീര്യമാകട്ടെ. കരമേറ്റി വിളിക്കുന്നു യേശുവേ, ഈശോ. കൃപ. കരങ്ങളടിച്ച് കർത്താവേ, സത്യവിശ്വാസം ജീവിക്കാൻ, വിശ്വാസത്തെ കാക്കുന്നവരായി മാറുവാൻ അഭിഷേകം ചെയ്യണമേ. Lord, anoint us. ആത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ചേർന്ന് പാടി ആരാധിച്ചേ. അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി വെളിപ്പെടണേ. ശക്തിയായി വെളിപ്പെടണേ.
ശക്തിയായി ഒഴുകണമേ. വിശ്വാസത്തിന്റെ തീ ജനലക്ഷങ്ങളിൽ കത്തിപ്പടരട്ടെ. ജ്വലിച്ചിടുമൊരു തീജ്വാല പോ അഭിഷേകത്താലെ നിറയ്ക്കണമേ. ജ്വലിച്ചിടുമൊരു തീജ്വാല പോ അഭിഷേകത്താലെ നിറയ്ക്കണമേ. കരമുയർത്തി കരമുയർത്തി എല്ലാം മറന്ന് ഒന്നിച്ച് വിളിക്കുന്ന ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വിശ്വാസത്തിന്റെ തീ പടർത്തണമേ. സത്യവിശ്വാസത്തിന്റെ കാവലാളാകുവാൻ, സത്യവിശ്വാസത്തിന്റെ കാവൽക്കാരായി തീരുവാൻ, വിശ്വാസത്തെ കാക്കുന്നവരാകാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, വിശ്വാസത്തിന്റെ നാഥേ, സഭയുടെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സത്യവിശ്വാസം ജീവിക്കുന്നവരും ഈ വിശ്വാസത്തെ എവിടെയും കാക്കുന്നവരും പ്രാർത്ഥിക്കണം. ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കണമേ. അത് പ്രഘോഷിക്കുന്നവരുമായി മാറുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശ്വാസത്തിന്റെ വാതിൽ ലോകരാജ്യങ്ങളിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. ജനപദങ്ങളിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ, ശൗസേ പിതാവേ, സകല വിശുദ്ധാത്മാക്കളെ ഞങ്ങൾക്കായി ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. നമ്മെല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ, ആവശ്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റ് ചെയ്യാം. നമ്മുടെ കുടുംബങ്ങളിൽ സത്യവിശ്വാസം വളരുവാൻ, നമ്മുടെ മക്കൾ വിശ്വാസത്തിൻ്റെ കാവലാളുകളായി മാറുവാൻ, അവർ വിശ്വാസം ജീവിക്കുന്നവരും അതേത് സമൂഹത്തിൽ എവിടെയും അതേറ്റു പറയുവാൻ മടിയില്ലാത്ത അഭിമാന ബോധമുള്ളവരാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നിയോഗങ്ങൾ അതിനുള്ളതായി തീരട്ടെ. നമ്മുടെ തലമുറകൾ വിശ്വാസത്തിൻ്റെ തലമുറയാകണം. നമ്മുടെ കുടുംബം സത്യവിശ്വാസത്തിൻ്റെ കുടുംബങ്ങളാകണം. ഇതിനോട് ബന്ധപ്പെട്ട നിയോഗങ്ങൾ, ആവശ്യങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാം. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആ നിയോഗങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ നിറ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ കടന്നു പോകുന്നത്. നമ്മുടെ അമ്മയുടെ ജനന തിരുനാൾ, ആ എട്ടുനോമ്പ് തിരുനാൾ നമ്മൾ ഏറെ ഒരുക്കത്തോടെ ആചരിക്കുകയും ആഘോഷിക്കുകയുമാണ്. നമ്മുടെ പൂർവികരെ നമ്മളതിനെക്കുറിച്ച് അല്പമായി കണ്ടു. മതമർദ്ദന കാലഘട്ടത്തിൽ തീവ്രവാദ ശക്തികളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സ്ത്രീകളും നമ്മുടെ അമ്മമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുവാൻ നമ്മുടെ പൂർവികർ അമ്മയുടെ മധ്യസ്ഥതയിൽ 8 നോമ്പെടുത്ത് അവർ പ്രാർത്ഥിച്ചു. അവർ നേരിടേണ്ടി വന്ന പല ക്രൂരതകളിൽ നിന്നും അതുപോലെ തന്നെ ഈ തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായി നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മ മാതാവ് വഴിയായി കർത്താവ് സംരക്ഷിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഈ 8 നോമ്പ് അത് സ്ത്രീകളുടെ നോമ്പായി, കന്യകാ നോമ്പായി പലപ്പോഴും അത് പറയപ്പെടുന്നുണ്ട്. ശുദ്ധത എന്ന പുണ്യം കെട്ടുപോകാതെ, ശുദ്ധത എന്ന പുണ്യത്തിൽ നമ്മുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, തലമുറകൾ വളർന്നു വരുവാൻ നമ്മുടെ പൂർവികര് നോമ്പെടുത്ത് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച ആ ദിനങ്ങളാണ് ഇന്ന് 8 നോമ്പായി സഭയിൽ ഇന്ന് ആചരിക്കുന്നത്. നമുക്ക് നമ്മുടെ അമ്മയെ കൂട്ടുപിടിച്ച് സത്യവിശ്വാസം നമ്മുടെ കുടുംബങ്ങളിൽ സംരക്ഷിക്കപ്പെടുവാൻ, വിശ്വാസത്തിൻ്റെ കാവൽക്കാരായി, വിശ്വാസത്തെ കാക്കുന്നവരും അത് പ്രഘോഷിക്കുന്നവരുമായി നമ്മുടെ മക്കളും തലമുറകളെല്ലാം രൂപപ്പെടുവാൻ നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് സ്നേഹബഹുമാനപ്പെട്ട വട്ടായിരച്ചൻ്റെ ആത്മീയ നേതൃത്വത്തിലൂടെ ഈ ഒരു ശുശ്രൂഷ കർത്താവ് ഈ സമയം നമുക്ക് നൽകുന്നത്? ഇത് അവിചാരിതമല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയാണ്. നമുക്കറിയാം, ഇന്ന് ലോകവ്യാപകമായി ഏതെങ്കിലും ഒരു ദേശത്തോ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോ മാത്രമല്ല, ലോകവ്യാപകമായി നമ്മൾ ഇന്ന് കണ്ടുവരുന്നൊരു കാര്യമാണ് ക്രൈസ്തവ വിരുദ്ധത. ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുക, പൊതുസമൂഹത്തിൽ പരസ്യമായി അപമാനിക്കുക, അതിനെ നിന്ദിക്കുക, അപഹസിക്കുക.
ഇത് അനേകർക്കൊരു ആനന്ദവും അതിലേറെ ആഘോഷവുമായി ഇന്ന് ഒത്തിരി സംഘടിത ശക്തികൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കുവാനും ക്രിസ്ത്യൻ ഫെയ്ത്ത് അതിനെ പൂർണ്ണമായും തുടച്ചു മാറ്റുവാനുള്ള ചില സംഘടിതമായ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ക്രൈസ്തവ വിരുദ്ധത ഇന്ന് ലോകം മുഴുവൻ ഇന്ന് പെരുകി അത് വർദ്ധിച്ചു വന്നു അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരേ, ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാനും നിങ്ങളും നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വം തിരിച്ചറിയണം. നമ്മുടെ കർത്താവ് വളരെ വിശ്വസ്തയോടെയാണ് തൻ്റെ സഭയ്ക്ക് ഈ സത്യവിശ്വാസം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനമാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ഇന്ന് നമ്മുടെ കരങ്ങളിൽ വളരെ വിശ്വസ്തയോടെ കർത്താവ് ഈ വിശ്വാസം ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, നമ്മുടെ മക്കളുള്ള ബന്ധത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ സഭയിൽ, ഈ ലോകത്തിൽ ഈ വിശ്വാസത്തെ കാക്കുവാനും ഈ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാനും ഇത് ജീവിക്കുവാനും ധീരതയോടെ ഈ സത്യവിശ്വാസം പ്രഘോഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വം ഓരോ ക്രൈസ്തവനുമുണ്ട്, ഓരോ കത്തോലിക്കനുമുണ്ടെന്ന് പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഞാനും നിങ്ങളും മറന്ന് ജീവിക്കരുത്. നമ്മൾ നമ്മുടെ വിശ്വാസം നല്ലതുപോലെ തിരിച്ചറിഞ്ഞ് ഈ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുകയും അത് ജീവിക്കുന്നവരുമായി നമ്മൾ മാറണം. അപ്പോസ്തല പ്രവർത്തനം 14 അധ്യായം 27 വചനത്തിലാണ് പൗലോസ്ലീഹായും ബർണബാസും തങ്ങൾ ആദ്യത്തെ മിഷൻ യാത്ര ചെയ്തിരിക്കുകയാണ്. ഈ മിഷൻ യാത്രയ്ക്ക് ശേഷം അവർ മാതൃസഭയായ അന്ത്യോക്യയിലെ സഭയിൽ തിരിച്ചെത്തുകയാണ്. ആ സഭയിലെ ശ്രേഷ്ഠന്മാരെല്ലാം വിളിച്ചുകൂട്ടി തങ്ങളിലൂടെ ദൈവം എപ്രകാരമാണ് വിശ്വാസത്തിൻ്റെ വാതിൽ ജനതകൾക്കായി തുറന്നു കൊടുത്തത്, തങ്ങൾ ഇവാഞ്ചലൈസേഷൻ എപ്രകാരം അത് ഫലദായകമായി, എപ്രകാരമാണ് ദൈവം ഞങ്ങളിലൂടെ പ്രവർത്തിച്ചത്, തങ്ങളുടെ മിഷണറി എക്സ്പീരിയൻസ്, വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ആനന്ദത്തോടെ വിവരിച്ചു കൊടുക്കുകയാണ്. ആ വചനമാണ് നമ്മളിവിടെ കാണുന്നത്. 14:27 അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും വിജാതീയർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നു കൊടുത്തുവെന്നും അവർ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, അസാധാരണമായ വിധത്തിൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ കരങ്ങളിലൂടെ പ്രവർത്തിച്ചു. അനേകം ജനതകൾക്കായി വിശ്വാസത്തിൻ്റെ വാതിൽ ദൈവം തുറന്നു കൊടുക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 14:3 നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് അവർക്ക് സാക്ഷ്യം കൊടുക്കുകയാണ്. തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം കൊടുക്കുകയാണ്. എൻ്റെ സഹോദരൻ, നമ്മൾ ശ്രദ്ധിക്കുക, കർത്താവ് വളരെ വിശ്വസ്തയോടെ നമ്മളെ ഭരമേൽപ്പിച്ച സത്യവിശ്വാസത്തിനോട് ബന്ധപ്പെട്ട് നമ്മൾ അനുവർത്തിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ആത്മാവ് ഈ സമയം വെളിച്ചം വീശുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധാപൂർവം ഇരിക്കാം. ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട വട്ടായിലച്ചനെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാനും ഈ 8 നോമ്പ് ഈ ആചരണത്തോട് ബന്ധപ്പെട്ട് സത്യവിശ്വാസത്തിൻ്റെ വെളിച്ചം അനേകം ആത്മാക്കളിലേക്ക് പകർന്നു കൊടുക്കുവാനുമായി ഈ ശുശ്രൂഷ നടത്തുവാനായി നിയോഗിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ സത്യവിശ്വാസത്തെ കാക്കുവാനും അതിനുവേണ്ടി പോരാടുവാനും അതിനെ സംരക്ഷിക്കുവാനും അത് പ്രഘോഷിക്കുവാനുമുള്ള വലിയൊരു ഉത്തരവാദിത്വം പരിശുദ്ധ ത്രിത്വം എനിക്കും നിങ്ങൾക്കും തരുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തോട് ബന്ധപ്പെട്ട് നമ്മൾ നിർവഹിക്കേണ്ട 5 പ്രധാനപ്പെട്ട ദൗത്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കുകയാണ്. ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ വിശ്വാസം എന്താണെന്ന് നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ വിശ്വാസം? സഭയുടെ പൊതുവിശ്വാസ പ്രമാണത്തിൽ
നമ്മുടെ സത്യവിശ്വാസം എന്താണെന്ന് നമുക്ക് കൃത്യമായി കാണുവാൻ പറ്റും. യേശു ഏക രക്ഷകനാണ്, യേശു ഏക സത്യദൈവമാണ്, അവിടുന്നാണ് ഏക കർത്താവ്. കർത്താവിൻ്റെ ജനനം, ഈശോയുടെ ജീവിതം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, ഇതെല്ലാം സ്വർഗാരോഹണം, കർത്താവിൻ്റെ വീണ്ടും വരവ്, ഇതെല്ലാം നമ്മുടെ വിശ്വാസമാണ് സഹോദരങ്ങളെ. ഇത് കെട്ടുകഥയല്ല. ഇത് വിശ്വസിക്കാനും ഈ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനും, ഈ വിശ്വാസം എവിടെയെല്ലാം ഇന്ന് അധിക്ഷേപിക്കപ്പെടുമോ, അവഹേളിക്കപ്പെടുന്നുണ്ടോ, ആ ഇടങ്ങളിലെല്ലാം ഈ വിശ്വാസത്തെ കാക്കുവാനും അത് ഉയർത്തിപ്പിടിക്കുവാനുമുള്ള ഒരു ഉത്തരവാദിത്വം എൻ്റെ സഹോദരി സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കുമുണ്ടെന്ന് ആത്മാവ് വ്യക്തമായി പറയുകയാണ്. ഹല്ലേലൂയ. നിത്യജീവനിലുള്ള വിശ്വാസം, ഏക മാമോദീസയിലുള്ള വിശ്വാസം, ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പാപമോചനത്തിലുള്ള വിശ്വാസം, ശരീരത്തിൽ ഉയർപ്പിലുള്ള വിശ്വാസം, പരിശുദ്ധ കത്തോലിക്ക സഭയിലും സഭയുടെ സത്യപ്രബോധനങ്ങളുമുള്ള വിശ്വാസം, ഈ വിശ്വാസമാണ് നമ്മൾ ഏറ്റുപറയേണ്ടത്. ഈ വിശ്വാസമാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. ഈ വിശ്വാസത്തിൽ അവർ വളരുവാൻ നമ്മൾ അവരെ പരിശീലിപ്പിക്കണം. അവർ ഒരിക്കലും വഴിതെറ്റിപ്പോവില്ല, അവർ വ്യതിചലിച്ചു പോവില്ല. കർത്താവിൻ്റെ പ്രോമീസാണിത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്താണ്? വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ സമ്പന്നത മനസ്സിലാക്കി ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ എത്ര ശ്രേഷ്ഠരാ സഹോദരങ്ങളെ, എത്ര ഉന്നതമായൊരു വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. ഇന്ന് ലോകത്തിൽ അനേകം വിശ്വാസങ്ങളുണ്ട്. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ യുണിക്നെസ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അനന്യത നമ്മൾ നല്ലതുപോലെ തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. എന്തെല്ലാം സംഭവിച്ചാലും വിശ്വാസത്തെ പ്രതി നഷ്ടങ്ങളോ, സഹനങ്ങളോ, അപമാനങ്ങളോ, നിന്ദനങ്ങളോ, കൊടിയ ദുരിതങ്ങളോ, അവഗണനകളോ, ഒറ്റപ്പെടുത്തലുകളോ എന്തൊക്കെ സംഭവിച്ചാലും പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഞാനും നീയും ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മളതിൽ നിലനിൽക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16-ാം അധ്യായം 13-ാമത്തെ വചനം. എന്താ ആത്മാവ് പറയുന്നത്? നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. എല്ലാവരും സ്വരമെത്തി പറഞ്ഞേ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും, സഹനങ്ങൾ ഉണ്ടായാലും, കൊടിയ ദുരിതങ്ങളും, നമുക്ക് പലവിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ സംഭവിച്ചാലും, ആത്മാവ് പറയാണ്, നീ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയരുത്. നിന്റെ വിശ്വാസം നീ ഉപേക്ഷിക്കരുത്. നിന്റെ വിശ്വാസത്തിൽ നീ തളർന്നു പോകരുത്. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നീ അതിൽ നിലനിൽക്കണം. എങ്കിലേ നിന്നിലൂടെ അനേകായിരങ്ങളിലേക്ക് ഈ വിശ്വാസത്തെ പകരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. പൗലോസ്ലീഹ കൊളോസ്യർക്ക് ലേഖനം കൊളോഷ്യൻസ് 1:23, അവിടെ എന്താ ആത്മാവ് പറയുന്നത്? കൊളോസ്യസ് 1:23 പറയാണ്, നിങ്ങൾ കേട്ട സുവിശേഷത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകാതെ എന്തു ചെയ്യണം? നിങ്ങൾ അതിൽ നിലനിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന്, നിങ്ങൾ വ്യതിചലിച്ചു പോകരുത്. വിശ്വാസത്തെ പ്രതി ഒരു സഹനം വരുമ്പോൾ, വിശ്വാസത്തെ പ്രതി ഒരു നഷ്ടമുണ്ടാകുമ്പോൾ, വിശ്വാസത്തെ പ്രതി ഒരു ക്ലേശമുണ്ടാകുമ്പോൾ, വിശ്വാസത്തെ പ്രതി ഒരു പീഡയുണ്ടാകുമ്പോൾ, ഇതാണ് വിശ്വാസം. എന്തിനാ ഈ വിശ്വാസം എന്ന് പറഞ്ഞേ? നീ വ്യതിചലിക്കരുത്, നീ മാറിപ്പോകരുത്. പരിശുദ്ധ വചനം പറയാ, നീ അതിൽ ഉറപ്പോടെ നിലനിൽക്കണം, നീ നിലകൊള്ളണം. എന്തിനു വേണ്ടി? ഫെയ്ത്തിന് വേണ്ടി. സ്റ്റാൻഡ് ഫോർ ദ ഫെയ്ത്ത്. വിശ്വാസത്തിന് വേണ്ടി നിൽക്കുക. കർത്താവ് നിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കും. നീ വിശ്വാസത്തിന് വേണ്ടി നിന്നാൽ നിന്റെ കൂടെ കർത്താവ് അത്ഭുതങ്ങളായി പ്രവർത്തിക്കും. നമ്മുടെ കുടുംബത്തിൽ കർത്താവ് പ്രവർത്തിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കുക. ഇത് തന്നെയാണ് പൗലോസ്ലീഹ കൊളോസ്യർക്ക് 2-ാം ലേഖനം 2-ാം അധ്യായം 7-ാം വചനത്തിൽ പറയുന്നത്. കൊളോസ്യസ് 2:7, അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ കണ്ടു ദൃഢത പ്രാപിച്ച്. വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കണം. നമ്മുടെ വിശ്വാസം ഇങ്ങനെ വീക്കായി പോകരുത്. നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരു വിശ്വാസത്തെ പ്രതി ഒരു പ്രതിസന്ധി അടിക്കുമ്പോൾ, ഒരു പ്രതികൂലത്തിൻ്റെ കാറ്റ് വീശുമ്പോൾ, അല്ലെങ്കിൽ
സഹനത്തിൻ്റെ പേമാരി പെയ്തിറങ്ങുമ്പോൾ, കഠിനമായ ചില തകർച്ചകൾ, ചില നഷ്ടങ്ങൾ വിശ്വാസത്തെ പ്രതി സംഭവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വീക്കായി പോകരുത്, നമ്മുടെ വിശ്വാസം തളർന്നു പോകരുത്. എന്താണ് ആത്മാവ് പറയുന്നത്? നീ വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുക, കരുത്തു പ്രാപിക്കുക. ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തിൽ നീ ദൃഢത പ്രാപിച്ച്, നീ ക്രിസ്തുവിൽ വേരുറപ്പിച്ച് നിന്റെ വിശ്വാസം ജീവിക്കുക, നിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുക, നിന്റെ വിശ്വാസം പൊതുസമൂഹത്തിൽ ധീരതയോടെ പ്രഘോഷിക്കുക. ഇതല്ലേ നമ്മുടെ ഉത്തരവാദിത്വം. നമ്മളിത് നിർവഹിക്കാത്തതാണ് ഇന്ന് നമ്മുടെ തകർച്ചയുടെ കാരണം, നമ്മുടെ നാശത്തിന് കാരണം സഹോദരങ്ങളെ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു പ്രതിബദ്ധത, ഒരു കമ്മിറ്റ്മെന്റ് ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവർക്കുണ്ടാകണം, ക്രൈസ്തവ സമൂഹങ്ങൾക്കും കുടുംബങ്ങൾക്കുണ്ടാകണം. എന്ത് വില കൊടുത്തും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. എനിക്ക് വിലപ്പെട്ടത് എൻ്റെ ഫെയ്ത്താണ്. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും, എൻ്റെ ജോലിയേക്കാളും, എൻ്റെ ബിസിനസ്സിനേക്കാളും, എൻ്റെ പ്രശസ്തിയേക്കാളും, എൻ്റെ അംഗീകാരത്തെക്കാളും, സ്ഥാനമാനങ്ങളെക്കാളും, ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും എനിക്ക് വിലപ്പെട്ടത് എൻ്റെ വിശ്വാസമാണ്, എൻ്റെ ഫെയ്ത്താണ്. നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട് സഹോദരേ? വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുക, ഉറച്ചു നിൽക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടണം. നമ്മൾ പോരാടണം. ഇത് അതിനുള്ളൊരു കാലമാണ് സഹോദരങ്ങളെ, ഇത് അതിനുള്ള സമയമാണിത്. വിശ്വാസത്തിന് വേണ്ടി പോരാടുക. സത്യവിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന പലവിധ പഠനങ്ങൾ, അങ്ങനെയുള്ള പ്രബോധനങ്ങളിൽ നിന്ന് ഒരുപാട് മുളച്ചു പൊന്തുന്നുണ്ട്. സത്യവിശ്വാസം അകറ്റിക്കളയുന്ന പ്രവർത്തന ശൈലികൾ, അങ്ങനെയുള്ള ആഘോഷങ്ങൾ, ആർഭാടങ്ങൾ, ഉല്ലാസങ്ങൾ, ഇതെല്ലാം നമ്മൾ അറിയാതെയോ നമ്മുടെ അകത്തേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറി വരുന്നുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം. വിശ്വാസത്തിന് വേണ്ടി പോരാടണം സഹോദരങ്ങളെ. യൂദാസ്ലിയതി ലേഖനം അവിടെ 1-ാം അധ്യായം 3-ാമത്തെ വചനം എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് പൊതുവായി ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി, ശ്രദ്ധിച്ച് നിങ്ങൾ, വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നത്. സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച്, മരിക്കേണ്ടി വന്നാലും, ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും സത്യവിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടണം. രക്തസാക്ഷികൾ എന്താ നമ്മോട് പറയുന്നത്? സഭാപിതാക്കന്മാർക്ക് എന്താ നമ്മോട് പങ്കുവെക്കാനുള്ളത്? കർത്താവിനായി രക്തം ചിന്തി മരിച്ച കർത്താവിൻ്റെ കന്യകകൾക്ക് എന്താണ് നമ്മോട് വിളിച്ചു പറയാനുള്ളത്? വിശ്വാസത്തിന് വേണ്ടി പോരാടുക. മരിക്കേണ്ടി വന്നാലും, അതിനെ പ്രതി എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും, എന്തുമാത്രം നഷ്ടങ്ങൾ ഏൽക്കേണ്ടി വന്നാലും നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം നടത്തുക. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് ഈ പൗലോസിലെ ഒത്തിരി ഇഷ്ടമാണ്. പോൾ വാസ് ഫയർ. പൗലോസ് സുവിശേഷത്തിന് തീയായിരുന്നു. അവസാന ശ്വാസം വരെ കർത്താവിനോടും സഭയോടും വിശ്വസ്തതയിൽ ജീവിച്ച് തൻ്റെ വിശ്വാസം എക്സ്പ്രസ് ചെയ്യാണ് രക്തസാക്ഷിത്വത്തിലൂടെ. എത്രയോ ലക്ഷക്കണക്കിന് രക്തസാക്ഷികൾ, അവർക്കൊക്കെ നമ്മോട് പറയാനുള്ളത് എന്താ? വിശ്വാസം അപഹസിക്കപ്പെടുന്ന ആളുകളിൽ നമ്മൾ കണ്ടു, പാരീസിൽ നടന്ന ഒളിമ്പിക്സിൽ ക്രൈസ്തവ വിശ്വാസത്തെ പരസ്യമായി, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ജനകോടികളുടെ മുൻപിൽ ക്രിസ്തീയ വിശ്വാസത്തെ പരസ്യമായി അപമാനിക്കുന്ന, തരം താഴ്ത്തുന്ന, അവഹേളിക്കുന്ന, നിന്ദിക്കുന്ന വളരെ വളരെ ഹീനമായ പ്രവൃത്തിയാണ് ഈ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ നമ്മൾ കണ്ടത്. എൻ്റെ സഹോദരങ്ങൾ, ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങികളായിരിക്കരുത്. നമ്മളിങ്ങനെ മൗനത്തിൽ മാത്രമായിരിക്കരുത്. കർത്താവിൻ്റെ ആത്മാവിനെ ചേരുന്ന വിധത്തിൽ, ക്രൈസ്തവ ആധ്യാത്മികതയോട് യോജിക്കുന്ന വിധത്തിൽ നമ്മൾ പ്രതികരിക്കാനും പ്രതിരോധിക്കുവാനും മുന്നോട്ട് വരണം. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ഇതാണ് സഭാപിതാക്കന്മാർ. അത്തനേഷ്യസ് പിതാവ്, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പിതാവ്, വിശുദ്ധ ഇഗ്നേഷ്യസ്, അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് പിതാവ്, ഇരണവിയസ് പിതാവ്,
ആദിമസഭയിലെ സഭാപിതാക്കന്മാരൊക്കെ ഈ വിശ്വാസത്തെ നിലനിർത്തുവാനും സംരക്ഷിക്കുവാനുമാണ് അവർ വിശ്വാസത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വരിച്ചത്. സഹോദരങ്ങളെ, നമ്മളിത് മറന്നു പോകരുത്. അങ്ങനെയുള്ളൊരു സഭയിൽ അംഗമാണ് ഞാനും നിങ്ങളും. എത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ വിശ്വാസം, എത്ര മഹത്തരമാണ് നമ്മുടെ വിശ്വാസം. മനസ്സിലാക്കുന്നവർ കരമുയർത്തി 3 പ്രാവശ്യം സ്നേഹത്തോട് വിളിച്ചേ, ഈശോയെ വിളിച്ചേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വിശ്വാസ കൃപ തരണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ തീ തരണമേ, വിശ്വാസ ചൈതന്യം പകരണമേ. എന്താണ് പൗലോസ്ലീഹ പറഞ്ഞത്? അപ്പോസ്തല പ്രവർത്തനം 20:24 തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു, എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ദൈവമേ, പൗലോസ്ലീഹ പറയാണ്, എൻ്റെ ജീവനേക്കാളും എനിക്ക് വിലപ്പെട്ടതാണ്. ശ്രദ്ധിച്ച നിങ്ങള്, എൻ്റെ വിശ്വാസം എൻ്റെ ജീവനേക്കാളും ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും എനിക്ക് വിലപ്പെട്ടത് എൻ്റെ വിശ്വാസമാണ്. മൈ ഫെയ്ത്ത്, മൈ ഫെയ്ത്ത്, മൈ ഫെയ്ത്ത്. സഹോദരങ്ങളെ, എത്ര കൃപ നിറഞ്ഞൊരു തിരിച്ചറിവാണിത്. എൻ്റെ ജീവൻ ഏതെങ്കിലും തരത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഇന്ന് പല ലോകരാജ്യങ്ങളിൽ ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടി രക്തം ചിന്തി മരിച്ച ആയിരക്കണക്കിന് രക്തസാക്ഷികൾ, സഭയുടെ രക്തസാക്ഷികളാ നമുക്ക് അവരെ കാണാൻ പറ്റും. പല രാജ്യങ്ങളിൽ ഇതുപോലെ രക്തം ചിന്തി വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ ആ വിശുദ്ധാത്മാക്കളെ നിങ്ങളൊന്ന് കണ്ടേ, സ്ക്രീനിലൂടെ ഒന്ന് കണ്ടേ. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, എത്ര കൃത്യമാണ്. യെസ്, കണ്ടോ, ലിബിയ. യെസ്, ഓഡിയോ കയറ്റി മക്കളെ, ഓഡിയോ കയറ്റി. കണ്ടോ, ലിബിയയിൽ കണ്ടോ. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ. നോക്കിയ സഹോദരങ്ങളെ, അവരെ നിഷ്കരണം കൊല്ലൊടുക്കുകയാണ്. ലിബിയ നടന്നതാണ്. രക്തപ്പുഴ ഒഴുകുകയാണ്. എത്യോപ്യയിൽ കണ്ടു. എത്യോപ്യ, നമ്മുടെ സഹോദരങ്ങൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുകയാണ്, വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി. നൈജീരിയയിൽ അരിഞ്ഞു കിടക്കുകയാണ്, കത്തിയ നമ്മുടെ ശരീരം. ഇവരെല്ലാം മരണപ്പെട്ടത് ദെബോറ, മിടുമിടുക്കിയായ കർത്താവിന്റെ ഒരു പൊന്നുമോളാണ്. മതനിന്ദ കുറ്റം ആരോപിച്ചുകൊണ്ട് അവൾ യേശുവിനെ സാക്ഷ്യപ്പെടുത്തി. അവൾ വിശ്വാസം പ്രഘോഷിച്ചതിന്റെ പേരിൽ സ്വന്തം സുഹൃത്തുക്കൾ തന്നെ കല്ലെറിഞ്ഞ് അവളെ കൊല്ലുകയാണ്. അവസാനം അവളുടെ ശരീരം പച്ചയ്ക്ക് കത്തിക്കുകയാണ്, കത്തിച്ച് കളയാൻ. നോക്കി നിങ്ങള്, പാവപ്പെട്ട ദെബോറ പെൺകുട്ടി. വിയറ്റ്നാമിലെ ഫാദർ ജോസഫ് സ്ട്രാങ്, അദ്ദേഹം രക്തസാക്ഷിയായി, വീര രക്തസാക്ഷി. ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടിയവരുടെ ചരിത്രം നമ്മൾ കാണുന്നത്. ഒറീസയിലെ കണ്ടമാലിൽ നമ്മൾക്കറിയാം ആ ചരിത്രങ്ങളൊക്കെ കുറെ പേർക്ക്. കർത്താവേ സുഖണ്ട് വനാന്തരങ്ങൾ ഒളിച്ചിരിക്കുകയാണ്. ഫ്രാൻസിൽ ഫാദർ ജാക്കസ് ഹാമൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തീവ്രവാദി കടന്നു വന്ന് അച്ഛനെ കഴുത്തറത്ത് കൊല്ലുകയാ. സഹോദരങ്ങളെ, ഇവരെല്ലാം രക്തം ചിന്തി മരിച്ചത് എന്തിനു വേണ്ടിയാ? വിശ്വാസത്തിന് വേണ്ടിയാണ്. വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ അവർ ഒന്ന് നോ പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. ഈ ലോകത്തിൽ മാനുഷികമായി പറഞ്ഞ് സുഖമായി ജീവിക്കാമായിരുന്നു. എന്നാൽ വിശ്വാസത്തെ പ്രതി അവർ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തി. അവർക്ക് അർഹമായ ഈ ലോക ജീവിതം അവർ വേണ്ടെന്ന് വെച്ചു. അവരുടെ കുടുംബത്തെ അവർ വേണ്ടെന്ന് വെച്ചു. അവരുടെ മക്കള്, ജോലി, ബിസിനസ്, ലോക സുഖങ്ങളെ എല്ലാം വിശ്വാസത്തെ പ്രതി അവർ നഷ്ടപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു ആർജവത്വം, ഈ ഒരു തീഷ്ണത എനിക്കും നിങ്ങൾക്കുണ്ടാകണ ഈ കാലഘട്ടത്തിൽ. നമ്മളെ പ്രതി അപ്പോഴാ സ്വർഗം സന്തോഷിക്കുന്നത്. ഇന്ന് സ്വർഗത്തിന്റെ വേദന വിശ്വാസത്തോടുള്ള നമ്മുടെ നിസ്സംഗതയാണ് പ്രിയപ്പെട്ടവരെ. പൗലോസിനെ പറയാ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ, 1 തിമോത്തിയോസ് 6:12 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികളുടെ മുൻപാകെ നീ ഇത് ദൃഢമായി ഏറ്റു പറഞ്ഞിട്ടുള്ളതാണല്ലോ. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുക.
പൗലോസ് തിമോത്തിയോസിന് ഉപദേശിക്കുക, എൻ്റെ മകനെ, നിന്റെ വിശ്വാസത്തിന് വേണ്ടി നീ പോരാടണം. വിശ്വാസം ദുഷിക്കപ്പെടുന്ന ഇടങ്ങളിൽ, വിശ്വാസം അവഹേളിക്കപ്പെടുന്ന ഇടങ്ങളിൽ, വിശ്വാസത്തെ ചവിട്ടി താഴ്ത്തുന്ന ഇടങ്ങളിൽ, അത് കുടുംബമാകട്ടെ, സമൂഹമാകട്ടെ, ലോകത്തിൻ്റെ പൊതുബോധമാകട്ടെ, അതെവിടെ, നിന്റെ ഫ്രണ്ട് സർക്കിളിലാകട്ടെ, നിന്റെ ജോലി സ്ഥലത്താകട്ടെ, നിന്റെ ക്യാമ്പസിലാകട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, വിശ്വാസത്തെ ചവിട്ടി താഴ്ത്തുമ്പോൾ, അവഹേളിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ നീ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം നടത്തുക. നീ നിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കണം. അങ്ങനെ സംരക്ഷിച്ചവരുടെ ചില അനുഭവങ്ങൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടത്. അവർക്ക് മരിക്കാൻ കൊതിയുണ്ടായിട്ട് മരിച്ചതല്ല സഹോദരങ്ങളെ, ബൈ ഫെയ്ത്ത്, വിശ്വാസത്തെ പ്രതി അവർ മരണപ്പെട്ടത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ അഭിഷേകം ഉണ്ടാവണം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ അഭിഷേകം ഒഴുകപ്പെടണം. നമ്മുടെ മക്കൾ ഈ അഭിഷേകം നിറയണം സഹോദരങ്ങളെ. നമ്മുടെ സമൂഹങ്ങളൊക്കെ ഈ അഭിഷേകത്തിൽ ജ്വലിക്കുവാൻ സ്വർഗ്ഗം ആഗ്രഹിക്കുകയാണ്. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിശ്വാസത്തെ കാക്കുന്നവരായി മാറണം. നമ്മുടെ വിശ്വാസം അപഹസിക്കപ്പെടുമ്പോഴും പരിഹസിക്കപ്പെടുമ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ നമ്മൾ മറ്റുള്ളവരിലേക്ക്, നമ്മൾ ലോകത്തിലേക്ക് നോക്കുന്നതിനേക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നമുക്ക് പലപ്പോഴും ഒരു വേദനയില്ല പ്രിയപ്പെട്ടവരെ. പലപ്പോഴും വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും പോസ്റ്റ് ചെയ്യുന്നത് ആരാ? ക്രൈസ്തവരായി നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ വിശ്വാസം ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് വിശ്വാസത്തെ കണ്ടുമുട്ടുവാൻ, അനുഭവിക്കാനും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ വിശ്വാസത്തിന് നാഥനായ കർത്താവുമായി നമുക്കൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടില്ല. തന്മൂലം നമ്മൾ ചത്തതിന് തുല്യമായി വിശ്വാസ ജീവിതം നയിക്കുകയാണ്. നമ്മളിത് മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസത്തെ കാക്കുന്നവരായി മാറണം. നമ്മുടെ വിശ്വാസം നിന്ദിക്കപ്പെടും, അപഹസിക്കപ്പെടുമ്പോഴൊക്കെ അവിടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം, ധീരതയുണ്ടാകണം. അതാണ് ഒരു പ്രൊഫറ്റിക് മിഷനാണത്. നമുക്കൊരു പ്രൊഫറ്റിക് കറേജ് ഉണ്ടാകണം, ഒരു പ്രവാചക ധൈര്യം, പ്രവാചക തീഷ്ണത. പരിശുദ്ധ വചനം പറയുന്നുണ്ട്, എന്താണ്? നീതിമാന്മാർ, കർത്താവിനെ സ്നേഹിക്കുന്നവർ സിംഹത്തെ പോലെ ധീരരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തിൽ ഈ തൊട്ടമാടികളാകരുത്. വിശ്വാസത്തെ കാക്കണം സഹോദരങ്ങളെ. എനിക്ക് ബഹുമാനപ്പെട്ട സേവ്യർക്കൻ പട്ടായിലച്ചനോടും അതുപോലെ വളരെ കുറച്ച് അപൂർവം വൈദികരൊക്കെ ഉള്ളൂ, വിശ്വാസത്തിന് വേണ്ടി സ്വരമുയർത്തുന്നവരെ, വിശ്വാസത്തെ പ്രഘോഷിക്കുന്നവരെ. അതുപോലെ ടോമച്ചനുണ്ട്. അങ്ങനെ ഏതാനും ചില വൈദികരെ. സംഗതി നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, വചനം പറയുന്നതൊക്കെ ഉണ്ടെങ്കിലും വിശ്വാസം അപഹസിക്കപ്പെടുമ്പോൾ, നമ്മുടെ വിശ്വാസം അധിക്ഷേപിക്കപ്പെടുമ്പോൾ, പൊതുസമൂഹത്തിൽ നമ്മുടെ വിശ്വാസത്തെ അവഹേളിക്കുമ്പോൾ അതിനെതിരെ സ്വരമുയർത്തുവാനും, ഇതാണ് സത്യവിശ്വാസം, ഇതാണ് സഭയുടെ വിശ്വാസം, ഈ വിശ്വാസമാണ് ജീവിക്കേണ്ടത്, ഈ വിശ്വാസമാണ് പ്രഘോഷിക്കേണ്ടതെന്ന് ചങ്കുറപ്പോടെ, ആർജവത്വത്തോടെ, ധൈര്യത്തോടെ വിളിച്ചു പറയാൻ ധീരതയുള്ള വന്യവൈദികരെന്ന് സഭയിൽ വളരെ വിരളമാണ് സഹോദരങ്ങളെ. ഇത് വർഗീയത പറയുന്നതല്ല, ഇത് വിശ്വാസം പറയുന്നതാണ്. ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയുമ്പോൾ, നമ്മുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കുമ്പോൾ പലരത് വർഗീയതായി ചിത്രീകരിക്കുക. അത് വർഗീയതയല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ നമ്മുടെ വിശ്വാസം പറയുമ്പോൾ പലപ്പോഴും വർഗീയതയായിട്ട് മാറുന്നു. മറ്റു പലരും പറയുമ്പോൾ അതൊന്നും വർഗീയതയല്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം എൻ്റെ സഹോദരങ്ങളെ. നമ്മുടെ വിശ്വാസം എവിടെയും ഉയർത്തുവാനും കാക്കുവാനുമുള്ള ഉത്തരവാദിത്വം ഓരോ ക്രൈസ്തവനുമുണ്ട്. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണോ നീ? നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. നീ ഒരു യുവാവാകാം, യുവതിയാകാം, നീ ഒരു കുടുംബസ്ഥനാകാം, വന്യവൈദികനാകാം, സമർപ്പിതയാകാം, അല്ലെങ്കിൽ സന്യസ്തയാകാം, ആത്മായ പ്രേക്ഷിതനാകാം, ഡോക്ടറാകാം, എഞ്ചിനീയറാകാം. നമ്മൾ ആരുമാകട്ടെ സഹോദരങ്ങളെ, നമ്മുടെ ഉത്തരവാദിത്തമാണ് വിശ്വാസം കാക്കുക. കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഞാനും നിങ്ങളും ഒരു ദിവസം നിൽക്കേണ്ടി വരും. മരണം, അത് കഴിഞ്ഞാൽ വിധി. തനത് വിധിക്കായി നമ്മൾ നിൽക്കണം സഹോദരങ്ങളെ. ഈ സമയം പൗലോസ്ലിഹായുടെ ഒരു സാക്ഷ്യമുണ്ട്. എനിക്ക് നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? നമ്മോട് തന്നെ ചോദിക്കണം. ഇത് ചോദിച്ചുകൊണ്ട് വേണം ഈ ലോക ജീവിതം നമ്മൾ നയിക്കുവാൻ. പൗലോസ്ലിഹ സാക്ഷ്യപ്പെടുത്തുന്നു. തിമോത്തിയോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വചനം. 4:7 എന്താ ആത്മാവ് പറയുന്നത്? ഞാൻ നന്നായി പൊരുതി
എൻ്റെ ഓട്ടം പൂർത്തിയാക്കി ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. എത്ര മനോഹരമായ വചനമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ. കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് അഭിമാന ബോധത്തോടെ പറയാൻ പറ്റൂ, കർത്താവേ, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. അങ്ങ് എന്നെ ഭരമേൽപ്പിച്ച വിശ്വാസം ഞാൻ കാത്തു. എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ കൂട്ടായ്മയിൽ, ലോകത്തിൻ്റെ ആ പുതുബോധത്തിൽ കർത്താവേ, ഞാൻ എൻ്റെ വിശ്വാസം കാത്തുവെന്ന് നമുക്ക് എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും? അത്ര എളുപ്പമല്ല സഹോദരങ്ങളെ. ഈ വിശ്വാസം കാത്ത ചില ജീവിതങ്ങളെ നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോവാ. ഇത് ഏർലിയർ ആദിമ സഭയിൽ മാത്രമല്ല, മോഡേൺ ചർച്ച്, ഈ ആധുനിക സഭയിൽ നമ്മൾ കുറച്ച് കണ്ടു. നമുക്കറിയാം കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെ. നമ്മൾ പലപ്പോഴും ഈ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ജ്വലിക്കും സഹോദരങ്ങളെ. ഈ വിശ്വാസം മക്കൾക്ക് പകർന്നു, ഇതാണ് മക്കളെ നമ്മുടെ വിശ്വാസം എന്ന് അവരെ കൃത്യമായി പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. അവർക്ക് കൃത്യമായി ഫോർമേഷൻ, നല്ല ഓറിയന്റേഷൻ കൊടുക്കണം. അവർ തീയായി മാറും എൻ്റെ സഹോദരങ്ങളെ. അപ്പോൾ അവർ ആത്മാവിൻ്റെ വചനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കൊടുങ്കാറ്റുകളായി മാറും. നമുക്ക് അപ്പോസ്തലന്മാരെന്ന് കാണാം, കർത്താവിൻ്റെ സ്ലീഹന്മാരെ. അവർ വിശ്വാസം കാത്ത ജീവിതങ്ങൾക്ക് ഇതാ വിശ്വാസം കാക്കാൻ വേണ്ടിയാണ് പത്രോസ്ലീഹ തലക്കീഴായി കുരിശിൽ മരണപ്പെട്ടത്. റോമിലെ വത്തിക്കാൻ കുന്നിൽ തലക്കീഴായി കുരിശിൽ തറച്ച് കൊന്നു പത്രോസ്ലീഹായെ. പിന്നെ ആരാണ് നമുക്ക് പെട്ടെന്ന് കാണാം? സെന്റ് ആൻഡ്രൂവിനെ നിങ്ങൾ നോക്കിക്കണ്ടു. അഖായിലെ പാത്രയിലെ എക്സ് ആകൃതിയിലുള്ള കുരിശിൽ ബന്ധിച്ചു. എളുപ്പമാണ് സഹോദരങ്ങളെ. അവിടെ കിടന്ന് സുവിശേഷം പ്രസംഗിച്ചു. ആ കുരിശിൽ കിടന്ന് വിശ്വാസം കാക്കുവാനാണ് അവര് 2 ദിവസം കുരിശിൽ സുവിശേഷം പ്രസംഗിച്ച ശേഷം മരണപ്പെട്ടു. ശ്രദ്ധിക്കണം, വിശ്വാസം കാത്തവരെ. ബർത്തലോമിയ അർമേനിയയിൽ വെച്ച് തൊലി ഉരിഞ്ഞ് അതിനുശേഷം ശിരച്ഛേദം ചെയ്യപ്പെട്ടു. തല അടുത്ത് കൊല്ലുകയാണ്. AD 44 ഇതാ സെന്റ് ജെയിംസ് യാക്കോബ് സ്ലീഹ ജെറുസലേമിൽ വെച്ച് വധിക്കപ്പെട്ടു മക്കളെ. സെന്റ് മാത്യു എത്യോപ്യയിൽ വെച്ച് കുത്തിക്കൊലപ്പെട്ടു. എന്തിനു വേണ്ടി? വിശ്വാസം കാക്കുവാൻ. നമ്മുടെ തോമാസ് ലീഗ, നമ്മുടെ പിതാവായ തോമാസ് ലീഗ 72 ചെന്നൈയിലെ മൗണ്ട് സെന്റ് തോമസിൽ കുന്തത്താൽ കുത്തപ്പെട്ട് കൊല്ലപ്പെട്ടു. മൈലാപ്പൂര്, തമിഴ്നാട്ടിൽ മൈലാപ്പൂർ ഇപ്പോഴുണ്ട്. എന്തിനു വേണ്ടി? വിശ്വാസം കാത്തതുകൊണ്ട്. സെന്റ് ഫിലിപ്പ് ഹെലിയോപോളസിൽ വെച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു. കുരിശിൽ തറച്ചു കൊല്ലുകയാണ്. ഷിമയോൻ സിറിയയിൽ വെച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു. കർത്താവിന്റെ സ്ലീഹരൊക്കെ ഇവരെന്തിന് രക്തസാക്ഷികളായത്? വിശ്വാസം കാക്കാനാണ് മക്കളെ, വിശ്വാസം കാക്കാൻ. ഇതാ യൂദാസ് ലീഗ സിറിയയിൽ വെച്ച് ദണ്ട് കൊണ്ട് പ്രഹരിച്ചു. വടി കൊണ്ട് അടിച്ചു കൊന്നു. മഴ കൊണ്ട് ശരീരം പിച്ച് ചീന്തി. ദൈവമേ. സെന്റ് ജെയിംസ് ദേവാലയത്തിന് ഉയരത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട ശേഷം കുത്തിക്കൊലപ്പെടുത്തി. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ തിളയ്ക്കുന്ന എണ്ണയിലിട്ടെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാസ്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ടു. അവിടെ മരണപ്പെടുകയാണ്. ഈശോയെ, മത്തിയാസ് ജെറുസലേമിൽ വെച്ച് കല്ലെറിഞ്ഞു കൊന്നു. എന്തൊരു ദാരുണമായിട്ടുള്ള അന്ത്യ സഹോദരങ്ങളെ. പക്ഷേ അത് എന്തൊരു മനോഹരമാണ് വിശ്വാസത്തെ പ്രതിയുള്ള രക്തസാക്ഷിത്വം. നിങ്ങൾ നോക്കിയത് എന്നെ വല്ലാതെ എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയിരുന്നു. 4 വശങ്ങളിലേക്കും ഇതാ 4 കുതിരകൾ വലിച്ചു കൊണ്ടുപോവുക. ശരീരം കീറിപ്പോകുന്നു. അത്ര ദുസ്സഹമായ വേദനയാ. മാർക്കോസ് ലീഗയ്ക്കുണ്ടായ അനുഭവം. എന്തിനെ പ്രതി? വിശ്വാസത്തെ കാക്കുവാൻ സംരക്ഷിക്കാൻ വേണ്ടി മാർക്കോസ് ലീഗ ഇതാ രക്തസാക്ഷിത്വം വരിക്കുക മക്കളെ. ഈ ഒരു ചൂട്, ഈ എരിവ് നമുക്കുണ്ടാക്കണം. വിശ്വാസം കാക്കുന്നവരായി മാറണം. പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. കർത്താവേ, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. ഞാൻ എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു. ആദിമസഭയിൽ 40 ചെറുപ്പക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ആദിമസഭയിലാണ് എൻ്റെ സഹോദരങ്ങളെ വിശ്വാസത്തെ പ്രതി കഴുത്ത് വെട്ടി കൊല്ലുവാൻ അവർ വിധിക്കപ്പെട്ടു. അവർ യേശുവിനെ പ്രതി സന്തോഷത്തോടെ അത് ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ 39 പേരും, നിങ്ങൾ ആ വീഡിയോ കണ്ടേ, 39 പേരും മരണപ്പെട്ടു. 40-ാമത്തും പറഞ്ഞു, എനിക്ക് മരിക്കേണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഇത് ഒരു ഫിലിമാണ്. ഈ സമയത്ത് ഈ മരണപ്പെടുന്ന ആ രക്തസാക്ഷിത്വം വരിക്കുന്ന ചെറുപ്പക്കാരുടെ ശിരസിൽ
മഹത്വത്തിന് കിരീടം മാലാഖ കൊണ്ട് നോക്കുന്നുണ്ട്. കഴുത്ത് വെട്ടുകയാണ്, പടയാളിയെ വെട്ടിക്കൊല്ലാണ്, ചവിട്ടി കണ്ടോ. ദൈവമേ, ആ കുരിശൊക്കെ വലിച്ചു പൊട്ടിക്കുന്നു. നമ്മുടെ യുവജനങ്ങൾക്ക് ഈ ധീരതയും ധൈര്യവും ഒക്കെ ഉണ്ടാവണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, വിശ്വാസം കാക്കുന്നവരായി മാറുക. പൗലോസ് തിമോത്തിയോസിനോട് പറയാണ്, തിമോത്തി, 2 തിമോത്തി 2:15, ചാപ്റ്റർ 2 verses 15, 2:15 എന്താ പറയുന്നത്? സത്യത്തിന്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവത്തിനു മുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക. എൻ്റെ തിമോത്തിയോസേ, നീ സത്യത്തിന്റെ വചനം, സത്യവിശ്വാസം നീ ഉചിതമായി കൈകാര്യം ചെയ്യണം. നീ വിശ്വാസത്തെ സംരക്ഷിക്കണം, നീ വിശ്വാസത്തെ കാക്കണം. അങ്ങനെ അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി കർത്താവിന്റെ തിരുമുമ്പിൽ കാണപ്പെടാൻ വേണ്ടി നീ അധ്വാനിക്കുക. ശ്രദ്ധിക്കുന്നു കർത്താവേ, ശ്രദ്ധിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ അഭിഷേകം നമ്മുടെ മക്കളിലേക്ക് പകരപ്പെടുവാൻ, കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ, നമ്മുടെ മിനിസ്ട്രികളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ സഹോദരങ്ങളിലേക്ക്, നമ്മുടെ മാതാപിതാക്കളിലേക്ക് ഈ വിശ്വാസ ചൈതന്യം കടന്നു വരുവാൻ, വിശ്വാസത്തിന്റെ തീ പടരുവാൻ കരമുയർത്തി വിളിക്കുന്നു. ആത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും ഞാൻ കർത്താവിനായി ജീവിക്കും. ഞാൻ എന്റെ വിശ്വാസം കാക്കും. വിശ്വാസത്തെ പ്രതി എന്തൊക്കെ സഹനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും, നിന്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും, അപമാനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും, സഭ രക്തസാക്ഷികളെ പോലെ, സഭാപിതാക്കന്മാരെ പോലെ, പരിശുദ്ധ അമ്മ മാതാവിനെ പോലെ ഞാൻ എന്റെ വിശ്വാസം കാക്കും. ഞാൻ വിശ്വാസം സംരക്ഷിക്കും. കൃപ മക്കളിലേക്ക് കൃപ ഒഴുകട്ടെ. അപ്പാ, തലമുറകളിലേക്ക് കൃപ വ്യാപരിക്കട്ടെ. ജീവിതങ്ങളിലേക്ക് അഭിഷേകം ഒഴുകട്ടെ. ശ്രദ്ധിക്കുന്നു, കരമടിച്ച് പാടുകേ. ആമേൻ, ആമേൻ. എല്ലാവരും ഒന്ന് ചേർന്ന്. ക്ലേശമോ ദുരിതം എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ വരിക്കും. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. യേശുവിൻ വചനത്തിനാ എന്റെ ജീവിതം പൂർണ്ണമായി നൽകിയിടും ഞാൻ. യേശുവിൻ വചനത്തിനാ സത്യവിശ്വാസത്തിനായി ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി, എന്റെ അവസാന ശ്വാസം വരെ കുടുംബങ്ങളിലേക്ക് ഇടിമിന്നൽ പോലെ വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വിശ്വാസത്തിന്റെ കൃപ ഒഴുകട്ടെ. തലമുറകളിലേക്ക്, മിനിസ്ട്രികളിലേക്ക്, കൂട്ടായ്മയിലേക്ക്, തിരുസഭ മുഴുവനിലേക്കും വിശ്വാസത്തിന്റെ തീ, കാട്ടുതീ പോലെ പടരട്ടെ. അഭിഷേകം, കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. ആമേൻ, ആമേൻ. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. ഞാനെന്നും വഴി നടക്കും. യേശുവേ, ഞാനെന്നും വഴി നടക്കും. നിന്റെ വിശ്വാസത്തെ കാക്കുക, സഭയുടെ വിശ്വാസം സംരക്ഷിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, ലോകത്തിന്റെ പൊതു ബോധത്തിൽ ധീരതയോടെ വിശ്വാസം കാക്കുന്നവരായി മാറുക. അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും ഐ എം റെഡി ലോർഡ്, യെസ് ലോർഡ് എന്ന് ആത്മാർത്ഥമായി കർത്താവിനോട് പറയുവാൻ നമുക്ക് എത്ര പേർക്ക് പറ്റും? നമുക്ക് എത്ര പേർക്ക് കഴിയും സഹോദരങ്ങളെ? ഈ ഒരു പ്രവാചക നിര, ഈ ഒരു പ്രവാചക സൈന്യം, ഒരു പ്രൊഫറ്റിക് ആർമി ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ സഭയിൽ ഉണരേണ്ട സമയമായി. ആമേൻ, ആമേൻ. നാലാമത്, വിശ്വാസം ജീവിക്കുക. നമ്മൾ തിരിച്ചറിഞ്ഞ നമ്മുടെ വിശ്വാസം നാം ജീവിക്കണം. വിശ്വാസത്തിന്റെ സാക്ഷ്യം നമുക്കുണ്ടാകണം. ഫെയ്ത്ത് വിറ്റ്നസിങ്, വിശ്വാസത്തിന്റെ സാക്ഷ്യം. നമ്മൾ വിശ്വാസത്തിന് സാക്ഷ്യം നൽകണം. സഹോദരങ്ങളെ,
വെളിപാട് പുസ്തകം 12:11 കർത്താവിൻ്റെ വചനം പറയുന്നു, ദ ബുക്ക് ഓഫ് റെവലേഷൻ. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവർ തയ്യാറായി. ജീവൻ നൽകാനും അവർ തയ്യാറായി. വിശ്വാസം ജീവിക്കുകയാണ്. ഇങ്ങനെ ജീവിച്ച അനേകം ജീവിതങ്ങളെ ഹെബ്രായ പുസ്തകം 11 കാണാൻ പറ്റും. അത് ഫെയ്ത്ത് ചാപ്റ്ററാണ്, വിശ്വാസത്തിൻ്റെ അധ്യായമാണ്. നമ്മുടെ പൂർവികരായ വിശ്വാസത്തിൻ്റെ വീരന്മാരെ അവരെങ്ങനെയാണ് ഈ വിശ്വാസം ജീവിച്ചത്? അവരായിരിക്കുന്ന മേഖലകളിൽ, അവരുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അവരെങ്ങനെ ഈ വിശ്വാസം ജീവിച്ചു എന്നതിൻ്റെ സാക്ഷ്യമാണ് ഹെബ്രായ പുസ്തകം 11 അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ദ ബുക്ക് ഓഫ് ഹീബ്രു, ഹെബ്രായ പുസ്തകം 11:35 മുതൽ 37 വരെയുള്ള വചനങ്ങൾ ഒന്ന് ശ്രദ്ധാപൂർവം വായിച്ച്, എല്ലാവരും ആ സ്ക്രീനിലോട്ട് നോക്കി ഉച്ചത്തിൽ വായിച്ച്. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനർജീവനത്തിലൂടെ തിരിച്ചു കിട്ടി. ചിലർ മരണം വരെ വിശ്വാസം ജീവിച്ചതുകൊണ്ട് വിശ്വാസത്തിന് വ്യതിചലിച്ചു പോകാതെ അവർ വിശ്വാസം ജീവിച്ചതുകൊണ്ട് മരണം വരെ ചിലർ പ്രഹരിക്കപ്പെട്ടു. തുടർന്ന് മെച്ചപ്പെട്ട ഉദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു വിശ്വാസത്തെ പ്രതി, വിശ്വാസം ജീവിച്ചതിനെ പ്രതി. ചിലരെ കല്ലെറിഞ്ഞു. എന്തിനെ പ്രതി? വിശ്വാസത്തെ പ്രതി. ചിലർ വിചാരണ ചെയ്തു വിശ്വാസം ജീവിച്ചതുകൊണ്ട്. ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു. ഈശോയെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ശിരസ് മുതൽ പാദം വരെ ശരീരം കീറി മുറിക്കുക, വെട്ടി നുറുക്കുകയാണ്, വാളുകൊണ്ട് വെട്ടി മുറിക്കുകയാണ്. പീസായി ഇങ്ങനെ മാറുകയെന്നോ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. എന്തിനെ പ്രതി? വിശ്വാസം ജീവിച്ചതുകൊണ്ട്. സഹോദരങ്ങളെ, വിശ്വാസം ജീവിച്ചതുകൊണ്ട്. ഈ ഒരു കാലം വിദൂരമല്ലാട്ടോ. സത്യവിശ്വാസം ജീവിക്കുന്നവർക്ക് ഇനി സഹനത്തിന്റെ നാളുകളാണ്, വേദനയുടെ നാളുകളാണ്. പക്ഷെ അസ്വസ്ഥരാകേണ്ട. നമ്മെ വിളിച്ച നമ്മുടെ വിശ്വാസത്തിന് നാഥനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ വിശ്വാസ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, തെരഞ്ഞെടുത്ത കർത്താവ് കൂടെയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ആമേൻ പറഞ്ഞേ. ആമേൻ. ഒരല്പം കൂടി ബോധ്യത്തോടെ പറഞ്ഞേ ആമേൻ. കർത്താവിന്റെ കരം പിടിച്ചേ ഞാൻ എന്നും വഴി നടക്കും. അതാണ് ഫെയ്ത്ത് ജേണി, അതാണ് വിശ്വാസ ജീവിതം. കർത്താവിന്റെ കരം പിടിച്ചേ ഞാൻ എന്നും വഴി നടക്കും. സഹോദരങ്ങളെ, വിശ്വാസം ജീവിച്ചതിന്റെ പേരിൽ അവർക്ക് ലഭിച്ച കൊടിയ സഹനങ്ങളാണ്. യുഗാന്ത സഭയിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വർദ്ധിക്കും സഹോദരങ്ങളെ. സഭ രക്തസാക്ഷിത്വത്തിന്റെ സഭയാകും. ആഫ്രിക്കൻ സഭ ഇന്ന് രക്തസാക്ഷിത്വത്തിന്റെ സഭയാണ്. ലോകത്തിൽ പലയിടങ്ങളിലും ഇന്ന് ചില സഭാ സമൂഹങ്ങൾ രക്തസാക്ഷിത്വത്തിന്റെ സഭകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 100 കണക്കിന് ക്രൈസ്തവ സഹോദരങ്ങളെയാണ് കൊന്നൊടുക്കുന്നത് വിശ്വാസത്തെ പ്രതി. വിശ്വാസം ജീവിക്കുന്നു. 5ാമത് വിശ്വാസം പ്രഘോഷിക്കുകയാണ്. ഫെയ്ത്ത് പ്രൊക്ലമേഷൻ. നമ്മൾ അനുഭവിച്ച, നമ്മൾ തിരിച്ചറിഞ്ഞ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടി അതിനെ കാക്കുന്നവരായി ഈ വിശ്വാസം ജീവിച്ച് ഞാനത് പ്രഘോഷിക്കണം, ഞാനത് അനേകർക്ക് കൈമാറിക്കൊടുക്കണം. ഇവാഞ്ചലൈസേഷൻ, വിശ്വാസത്തിൻ്റെ പ്രഘോഷണത്തിലേക്ക് നമ്മൾ വരണം. നമ്മളിത് നിർവഹിക്കുക. അപ്പോഴാണ് ഈ വിശ്വാസത്തിന് വാതിൽ തുറക്കപ്പെടുന്നത്. രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, ജനപദങ്ങളിൽ പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു തരും. എന്തിനു വേണ്ടി? ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി, വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കും. റോമർ 10:17 എന്താണ് പരിശുദ്ധ വചനം? റോമർ 10:17 ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോസ്തല പ്രവർത്തനം 2:47 നമുക്ക് അതും കൂടി ശ്രദ്ധിക്കാം. ആദിമസഭ വിശ്വാസം പ്രഘോഷിച്ച സഭയാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സഭ വളരണമെങ്കിൽ, കുടുംബങ്ങൾ വളരണമെങ്കിൽ, നമ്മുടെ മിനിസ്ട്രികൾ വളരണമെങ്കിൽ വിശ്വാസം പ്രഘോഷിക്കണം. വിശ്വാസം പ്രഘോഷിക്കുന്ന സഭയാണ് വളരുന്നത്.
വിശ്വാസം പ്രഘോഷിക്കുന്ന മിനിസ്ട്രികളാണ് വളരുന്നത്. വിശ്വാസം പ്രഘോഷിക്കുന്ന കൂട്ടായ്മകളാണ് അഭിഷേകത്തിൽ വളരുന്നത്. വിശ്വാസം പ്രഘോഷിക്കുന്ന കുടുംബങ്ങളാണ് കൃപയിൽ ജ്വലിക്കുന്നത്, അഭിഷേകത്തിൽ വളരുന്നത്. സഹോദരി സഹോദരങ്ങളെ, സത്യം മനസ്സിലാക്കി ഈ കൃപ സ്വീകരിക്കുക, വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കുക, വിശ്വാസം പ്രഘോഷിക്കുക. നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. വ്യക്തിപരമായി, കുടുംബമായി, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് വിശ്വാസം പ്രഘോഷിക്കണം. എൻ്റെ സമർപ്പിതരെ, സന്യസ്തരെ, ഭയപ്പെടരുത്. നിർഭയം നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഘോഷിക്കേണ്ട സമയമായി. മരിക്കണമെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിവേകം കാണിക്കാനല്ല പറയുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ, അവിവേകം കാണിക്കാനല്ല, കർത്താവിൻ്റെ ആത്മാവിന് ചേർന്ന ധീരതയോടെ വിശ്വാസം പ്രഘോഷിക്കുക. ചില രക്തസാക്ഷിത്വം മരിക്കേണ്ടി വരും, രക്തസാക്ഷികളാകണം. ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാതെ നമുക്ക് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാലോ. അതുകൊണ്ട് രക്തസാക്ഷിത്വത്തെ ഭയപ്പെടേണ്ട. എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? തോമസ് മൂർ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ എത്ര കൊല്ലം ജീവിക്കാം, അടുത്ത സെക്കൻഡ് നമുക്കൊണ്ടും അറിയാൻ പാടില്ല സഹോദരങ്ങൾ. അതുകൊണ്ട് വിശ്വാസത്തെ പ്രതി നമുക്ക് എന്തൊക്കെ ഏൽക്കേണ്ടി വന്നാലും അതിന് ഉന്നതമായ റിവാർഡുണ്ട്. കർത്താവിൻ്റെ കാര്യങ്ങൾ വലിയ പ്രതിഫലമുണ്ട് സഹോദരങ്ങളെ. വിശ്വാസത്തെ പ്രഘോഷിക്കുക. ഈ 5 കാര്യങ്ങൾ മറക്കരുത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, വിശ്വാസത്തെ സംരക്ഷിക്കുക, അതിനുവേണ്ടി പോരാടുക, സത്യവിശ്വാസത്തെ കാക്കുക, 4 വിശ്വാസം ജീവിക്കുക, 5 ഈ വിശ്വാസം ധീരതയോടെ പ്രഘോഷിക്കുക. വിശ്വാസത്തിൻ്റെ വാതിൽ നമുക്കായി പരിശുദ്ധാത്മ തുറന്നു തരികയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി കർത്താവ് രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ പുതിയ വാതിലുകൾ വിശ്വാസത്തിന് വേണ്ടി തുറക്കുകയാണ്. വിശ്വസിച്ച് ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സഹോദരങ്ങളെ, ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിയമങ്ങളൊക്കെ ഒത്തിരി പേര് അയച്ചു. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ, നാളെ ഇവിടെ നമ്മൾ ഇന്നും നാളെയും ഷെക്കേനയുടെ ന്യൂസ് മീഡിയയിൽ, ഈ മീഡിയ കോംപ്ലക്സിൽ, ദിവ്യകാരുണ്യ ചാപ്പലിൽ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ 24 മണിക്കൂർ ആരാധന. ഇന്ന് 12 മണിക്കൂർ രാവിലെ 8 മുതൽ രാത്രി 8 വരെ. നാളെ ഇതുപോലെ രാവിലെ 8 മുതൽ രാത്രി 8 വരെ നടത്തപ്പെടുകയാണ്. ഈ നിയമങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പട്ടായത്തിന് വേണ്ടി ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, വിനോദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, സിസ്റ്റർ എമിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകത്തിൻ്റെ കാറ്റ് വീശാൻ, വിശ്വാസത്തിൻ്റെ തീ പടരാൻ, ദേശങ്ങളെ ഉണർത്തുന്ന, രാജ്യങ്ങളെ വിശുദ്ധീകരിക്കുന്ന, കുടുംബങ്ങളെ നവീകരിക്കുന്ന, സഭയെ ബലപ്പെടുത്തുന്ന വിശ്വാസത്തിൻ്റെ തീ, വിശ്വാസത്തിൻ്റെ കാറ്റ് ഈ ശുശ്രൂഷയിലൂടെ 10,000ങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിയോഗങ്ങള്, കുടുംബങ്ങള്, മക്കള്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് എല്ലാം മറന്ന് ഒന്നിച്ചു വിളിക്കുന്നു, യേശുവേ, ജീവിക്കുന്ന ദൈവമേ. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ച് സ്വരമുയർത്തി വിളിച്ച് കൃപ ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. സ്തുതിക്കുന്നു. വലിയ അഭിഷേകം നിറയട്ടെ പരിശുദ്ധാത്മാവേ, നിറയട്ടെ പരിശുദ്ധാത്മാവേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, വിശ്വാസം ധരിക്കട്ടെ, വിശ്വാസം ഉണരട്ടെ, തീ പോലെ കത്തട്ടെ, കൃപയെ ഒഴുകട്ടെ. കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ ചൈതന്യം വ്യാപരിക്കട്ടെ. ശക്തിയായി വെളിപ്പെടണേ. കർത്താവേ, നന്ദി. വ്യക്തി ജീവിതങ്ങളെ, കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, തലമുറകളെ സത്യവിശ്വാസത്താൽ മുദ്ര ചെയ്ത് അഭിഷേകം ചെയ്യണമേ. ലോർഡ്, anoint us. എന്തു വില കൊടുത്തും, എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും കർത്താവേ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ, എന്റെ വിശ്വാസത്തെ, സഭയുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ, ഈ വിശ്വാസത്തെ എവിടെയും കാക്കുന്നവരായി മാറുവാൻ, സത്യവിശ്വാസം ജീവിച്ച് അത് പ്രഘോഷിക്കുന്നവരാകാൻ, വ്യക്തിപരമായി, കുടുംബമായി, കൂട്ടായ്മയായി, മിനിസ്ട്രിയായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. Anoint us. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആമേൻ.
ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, 2 ദിനങ്ങൾ ഈ ശുശ്രൂഷ പിന്നിടുകയാണ്. ആ പോസ്റ്റർ ഒന്ന് കാണിച്ച്, വിശ്വാസത്തിൻ്റെ വാതിൽ, ബഹുമാനപ്പെട്ട സേവ്യർക്കൻ ഭട്ടായിലച്ചൻ്റെ ആത്മീയ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശുശ്രൂഷയാണ്. തുടർന്നുള്ള ദിനങ്ങളിൽ ആദ്യത്തെ 2 ദിവസം നമ്മൾ ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ ബിനോയിച്ചിനും അതുപോലെ സിസ്റ്റർ എമിയും, പിന്നീടുള്ള 3 ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഭട്ടായിലച്ചനുമാണ് ശുശ്രൂഷ ചെയ്യുന്നത്. നന്നായി പ്രാർത്ഥിച്ചെടുക്കണം. വിശ്വാസത്തിൻ്റെ കൃപ നമ്മളിൽ നിറയാൻ, വിശ്വാസത്തിൻ്റെ വാതിൽ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, തലമുറകളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിലൊക്കെ തുറക്കപ്പെടാനായിട്ട് നന്നായി ഒരുങ്ങി പ്രാർത്ഥിക്കുക. നമ്മൾ കേട്ട ഈ 5 കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ കൃപയായി, അഭിഷേകമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ആ പോസ്റ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഡിസ്പ്ലേ ചെയ്താൽ നന്നായിരിക്കും. കർത്താവെ നന്ദി. അപ്പോൾ തുറന്നുള്ള 5 ദിനങ്ങളിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി തീക്ഷണമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നന്നായി ഒരുങ്ങി പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഇവിടുന്ന് അയക്കുന്ന ആ പോസ്റ്ററുകൾ, ഇതിൻ്റെ ലിങ്കുകൾ നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് വലിയൊരു ഇവാഞ്ചലൈസേഷനാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ്. നമുക്ക് ഏറ്റവും ഭംഗിയായി നമുക്ക് നിർവഹിക്കാം. ആ പോസ്റ്റർ കണ്ടോ, വിശ്വാസത്തിൻ്റെ വാതിൽ, അത് കാണുമ്പോൾ തന്നെ ഒരു ആനന്ദവും അതിലേറ്റൊരു അഭിഷേക സഹോദരങ്ങളെ. അപ്പോൾ തുറന്നുള്ള 5 ദിനങ്ങളിൽ ഈ ശുശ്രൂഷ വലിയൊരു അഭിഷേകത്തിൻ്റെ തീ പടരാൻ ധാരാളം പേര് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പല ദിക്കുകളിലും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവ് തരുന്ന നവമായ അഭിഷേകം, കാലഘട്ടത്തിൻ്റെ അഭിഷേകം, ഈ നാളുകൾക്ക് ആവശ്യമായ അഭിഷേകമാണ് വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന ശുശ്രൂഷയിലൂടെ സ്വർഗം പകരുന്നത്. നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വീകരിക്കാം. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ഷെക്കേന കുടുംബത്തിൽ നിന്ന് SG ന്യൂസ് ഓൺലൈനിലൂടെ ഇംഗ്ലീഷ് ഒരു ന്യൂസ് ചാനൽ ആരംഭിക്കുകയാണ്. അവിടെ നമ്മളത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് SG ഷെക്കേന എന്ന് അടിക്കുമ്പോൾ ഇങ്ങനൊരു എംബളം വരും. നമ്മൾക്കത് ഭാഷ അറിഞ്ഞില്ലെങ്കിലും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, ഇവാഞ്ചലൈസേഷനെ പ്രതി അത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഈ ന്യൂസ് ഓൺലൈൻ ചാനലിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് തൻ്റെ എല്ലാ കൃപാദാനങ്ങളാലും നമ്മൾ അലങ്കരിക്കട്ടെ, നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.